നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതകത്തിൽ പിടിയിലായ സജിയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്കറിയുന്ന പോലെ തന്നെ അതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പച്ച ഷർട്ടിട്ട ആളാണ് സജി എന്ന് മനസ്സിലാക്കുന്നു. അല്ല, അതിൻ്റെ സജിയാണ് വാഹനത്തിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് എടുക്കുന്നത്. ആ വീട്ടുവളപ്പിൽ വീടിന് ചുറ്റുമുള്ള വനത്തോട് ചേർന്ന ഇടത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ 24 മണിക്കൂറായി സജി ഒളിവിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വിപുലമായ ഡ്രോൺ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. 20 ദിവസമായി സജിയുടെ മാതാവും ജ്യേഷ്ഠനായ റെജിയെയും കാണാതായിട്ട്. ഇരുവരെയും കാണാനില്ലെന്ന് മകൾ പരാതി പറഞ്ഞതിന് പിന്നാലെ അന്വേഷിക്കാനെത്തിയ പോലീസുകാരെ കണ്ടതോടെ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് ഇറങ്ങിയോടിയ സജിയെ ഇന്നാണ് പിടികൂടുന്നത്. അതേസമയം വീട്ടുവളപ്പിൽ നടത്തിയ തെരച്ചിലിൽ മണ്ണും മൂടിയ നിലയിൽ ഒരേ കുഴിയിൽ 2 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതും പുരുഷന്റെയും സ്ത്രീയുടേതുമാണ്. നിലവിലെ നിഗമനത്തിൽ അത് കാണാതായ സജിയുടെ അമ്മയും സഹോദരനുമാണ് തന്നെയാണ് നാട്ടുകാരും പോലീസും അടക്കം ഉറപ്പിക്കുന്നത്. ശാസ്ത്രീയമായ ഒരു ഉറപ്പുകൂടി ലഭിച്ചാൽ മാത്രമേ ഇരുവരും, അമ്മ മറിയക്കുട്ടി, മകൻ റെജിയുമാണ് മരിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇരട്ടക്കൊലപാതകമാണ്, സജിയാണ് കൊലപ്പെടുത്തി നടക്കമുള്ള നിഗമനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. എന്തിന് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി, എപ്പോൾ കൊലപ്പെടുത്തി, എന്താണ് മോട്ടീവ് നടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. എന്തായാലും സജി പിടിയിലായിട്ടുണ്ട്. സജി തന്നെ നിർണായക വിവരങ്ങൾ ലഭിക്കും. 10-20 ദിവസമായി അമ്മ എവിടെ, ചേട്ടൻ എവിടെ എന്ന ചോദ്യങ്ങൾക്ക് മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കാൻ പോയെന്നും ആശുപത്രിയിലാണെന്നും ഒക്കെ മാറി മാറി വിചിത്രമായ പല വിശദീകരണങ്ങളുമാണ് നാട്ടുകാർക്ക് സജി നൽകിപ്പോന്നിരുന്ന. ഒടുക്കം ഈ പറയുന്ന മകളുടെ ഒരു പരാതിയിൽ പോലീസ് എത്തിയപ്പോൾ ആ അപകടം മണത്തറിഞ്ഞ് ഉടൻ തന്നെ ആ സ്ഥലം വിട്ടതാണ് സജി. ആ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഇന്നലെ അടക്കം ഉണ്ടായിരുന്നത്. പോലീസ് വലിയ രീതിയിലൊരു തിരച്ചിൽ നടത്തിയതിനൊടുവിലാണ് ഇപ്പോൾ സജിയെ പിടികൂടിക്കുന്ന. സജിയെ മനസ്സിലാക്കുന്ന അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? നെടുങ്കണ്ടത്ത് സ്വന്തം മാതാവിനെയും ജ്യേഷ്ഠ സഹോദരനെയും സജി കൊലപ്പെടുത്തിയോ? കൊലപ്പെടുത്തിയെങ്കിൽ എന്തിനു കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി, എത്ര ദിവസം മുമ്പ് കൊലപ്പെടുത്തി, ഇത്രയും ദിവസം എങ്ങനെ മറച്ചു വെക്കാനായി, 2 പേരെ കൊലപ്പെടുത്തി, ഇത്രയും ദിവസം ആ വീട്ടിൽ എങ്ങനെ കഴിയാനായി എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി. 2 പേരെയും ഒരേ സമയം കൊലപ്പെടുത്തി കുഴിച്ചിടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അങ്ങനെ നെടുങ്കണ്ടത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ, ദുരൂഹതകൾ, സംശയങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് ആ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന മുഖ്യപ്രതി എന്ന, പ്രധാന പ്രതി എന്ന, ഏകപ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന സജിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായ സജിക്കുള്ള അന്വേഷണമായിരുന്നു. നെടുങ്കണ്ടതായതുകൊണ്ട് തന്നെ അതിർത്തി വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വളരെ വിപുലമായ കാടടച്ചുള്ള തിരച്ചിൽ നടത്തി. ആ വീടിന് ചുറ്റുവട്ടമുള്ള തിരച്ചിൽ നടത്തി. അതിൽ നിന്നാണ് ഇപ്പോൾ പ്രതിയെ പിടിയിലായിരിക്കുന്നത്. രാഹുൽ, മെഡിക്കലിൽ എത്തിച്ചാണെന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. മെഡിക്കലിൽ എത്തിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിയെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നത്. ഇത് വീടിന് സമീപത്ത് ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഒരു പാറയിടിക്കലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഡ്രോൺ ഉൾപ്പെടെ പറത്തിയതിനു ശേഷം ഈ സജി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. മറ്റൊരു വഴി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ സജിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ ഈ ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഈ സജി പുറപ്പെട്ടതൊരു ബാഗുമായിട്ടാണ്. ആ ബാഗിൽ പഴവും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടതിന് ശേഷം ആ ബാഗ് ഉപേക്ഷിച്ചാണ് ഈ സജി പിന്നീട് നീങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാറയിടുക്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവശനായ നിലയിലാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കലിന് ഹാജരാക്കിയിരിക്കുകയാണ്. പ്രഥമ ശുശ്രൂഷ നൽകേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ പൂർത്തിയാക്കി ഈ മേരിക്കുട്ടിയുടെയും റെജിയുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരുടേത് തന്നെയാണ് മൃതദേഹങ്ങളെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നെടുങ്കണ്ടത്തെ പൊതുശ്മശാനത്തിൽ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. സുഹൈൽ, രാഹുൽ, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? സുഹൈലെ, പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മേരിക്കുട്ടിയുടെ മകളായ സിനിയും അതുപോലെ തന്നെ ഭർത്താവ് രാജുവും ചേർന്നാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ മോർച്ചറിക്ക് സമീപത്തു നിന്ന് അത് നെടുങ്കണ്ടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നെടുങ്കണ്ടത്തെ പൊതു ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കേസ് ഏറ്റവും എന്തായാലും ഈ പറഞ്ഞ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി എന്ന് സംശയിക്കുന്ന സജിയെ, ഇവരുടെ മേരിക്കുട്ടിയുടെ മൂത്ത മകൻ സജിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു, മെഡിക്കലിൽ എത്തിച്ചിരിക്കുന്നു. രാഹുൽ വിജിനാണ് വാർത്തയുടെ സമ്പൂർണ്ണമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.